എത്ര തിരക്കായിരുന്നാലും എനിക്ക് അടുപ്പിൽ ചോറ് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഒന്ന് നല്ലപോലെ അടുപ്പ് കത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ജയ അരിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് അടുപ്പിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല. അരി അവിടെ കിടന്ന് വെന്തോളും. പിന്നെ വേവ് കുറഞ്ഞ അരിയുള്ള ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അടുപ്പ് കത്തിച്ചിട്ട് ഒരു തിളച്ചാൽ എത്ര വേവ് കുറഞ്ഞ അരിയായാലും പെട്ടെന്ന് വേവുകയും ചെയ്യും. പിന്നെ ഒരു കലം കുടിവെള്ളം തിളപ്പിച്ച് നമ്മൾ ഇറക്കി ഇതേപോലെ കരിങ്ങാലിട്ട വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി അങ്ങനെ സൈഡ് അടുപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ വലിയൊരു കലം വെള്ളം തിളപ്പിച്ച് വെക്കുകയും ചെയ്യാം. ചെറിയ ചൂടിൽ ഒരു കലം വെള്ളം ഇറക്കി വെക്കുമ്പോൾ മറ്റേ കലം തിളച്ചിരിക്കുമ്പോൾ നമുക്ക് ഫുൾ ടൈം തിളച്ച വെള്ളം കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു അടുപ്പ് ദിവസം കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ് കേട്ടോ. അത് നിങ്ങൾ നൊസ്റ്റാൾജിയ എന്ന് പറയാം. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ പേര് തള്ള വൈബ് എന്നാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പറച്ചിൽ. ഇപ്പോഴത്തെ പിള്ളേരെന്തായാലും അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് കത്തലും ഉണ്ടാവില്ല, വീട്ടിൽ ചോറ് വേവലും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ കാലം വരെ കൂടി അടുപ്പുണ്ടാവുമായിരിക്കാം, മേ ബി. അത് കഴിഞ്ഞ് അടുപ്പ് കുത്തിപ്പൊളിച്ച് കളയുമെന്നൊക്കെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഞാനിപ്പോൾ എൻ്റെ ഈ ആഗ്രഹങ്ങൾ എല്ലാവരിലും ഒന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ. ഇതേപോലുള്ളവരുണ്ടാവും. എൻ്റെ മൈൻഡ് സെറ്റുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക.